പ്രധാന വാർത്തകൾ. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ. കീഴ്ക്കോടതി വിധി ശരിവെച്ച് ഹൈക്കോടതി. പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും കോടതി. നീതി ലഭിച്ചെന്ന അമ്മ, നാടാഗ്രഹിച്ച വിധിയെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് കനത്ത മഴ. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷം. കോഴിക്കോട് ഷോക്കേറ്റ് 18-കാരന് ദാരുണാന്ത്യം. KCBയുടെ അനാസ്ഥയെന്ന് നാട്ടുകാർ. കേരളത്തിൽ മഴക്കാല രോഗങ്ങൾ പടരുന്നു. ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനിയിൽ 1 മരണം. വെങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 1 മരണം കൂടി. മഞ്ഞപ്പിത്ത ബാധയിൽ മരണം 3ആയി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ അനാസ്ഥയെന്ന് പ്രതിപക്ഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ. ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 1 വാർഡ് കൂടും. കൃത്യമായ മാനദണ്ഡങ്ങളില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. വിധി എഴുതിയത് റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ. വിജയപ്രതീക്ഷയിൽ NDAയും ഇന്ത്യ മുന്നണി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. മുഹമ്മദ് മുഖ്ബർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ്. സൂപ്പർ താരം ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. ആരാധകർക്ക് നന്ദി പറഞ്ഞ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. വിടവാങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം.